എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സോണിയുടെ 3D TV ആണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്, ഇവിടെ ഞങ്ങൾ അനേക ടീകോം ബോർഡ് മേടിച്ചുകൊണ്ട് വന്നു. അവസാനം ഇത് റെഡിയാക്കി. ഓരോ ടീകോം ബോർഡിലും ഓരോ വ്യത്യസ്ത ഫോൾട്ടാണ് വരുന്നത്. ആ ഓരോ ഫോൾട്ടും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം, ഈ ടീകോം ബോർഡിൽ വരുന്ന ഫോൾട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, എന്തായാലും നമ്മൾക്ക് റിപ്പയറിങ്ങിലേക്ക് തിരിയാം. എടുത്ത് മാറ്റി. ഓക്കെ, ഞാൻ ഈ TV ഓൺ ആക്കാൻ പോകുന്നു. നോക്കിക്കോ, ഇതിനകത്ത് എന്ത് ഫോൾട്ടാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. TV ഓൺ ആക്കുന്നു, പവർ കൊടുത്തു. TV സോണിയിൽ നിന്ന് വരുന്നുണ്ട്. സോണിയിൽ നിന്ന് എഴുതി വന്നു. ടീകോം ബോർഡിൻ്റെ ഫാൾട്ട് മാത്രമാണ് കാണിക്കുന്നത്. സോണിയിൽ നിന്ന് എഴുതി വന്നു. കണ്ടോ കണ്ടോ, സോണിയിൽ നിന്ന് ആ ബൂട്ടായിട്ട് കണ്ടോ, ഇത് കവർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? ഒന്ന് നോക്കാം എത്ര ലൈറ്റാണ്. 1 2 3 4 5. ഓക്കെ, ഞാൻ എന്തായാലും ടീകോം ബോർഡ് ഞാൻ മാറ്റിയിടാൻ പോകുന്നു. ഓക്കെ, ടീകോം ബോർഡ് മാറ്റിയിട്ടതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ടീകോം ബോർഡ് മാറ്റിയിടാൻ പോകുന്നു. പവർ ഓഫ് ചെയ്തു. ഇത് സോണിയുടെ 3D TV ആണ്. 3D TV ഇതെല്ലാം ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നത്. ഞാൻ ടീകോം ബോർഡ് എടുക്കുന്നു. ഇതിലത്തെ 4 ടീകോം ആണ് ഉള്ളത്. ഇത് സൈഡിൽ മാറ്റി വയ്ക്കുന്നത്. ഇതിൻ്റെ മെമ്മറി ഊരിയെടുത്താണ്, അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എൻ്റെ അടുത്ത് ഒരു ടീകോം ഉള്ളത്, ഇത് ചേഞ്ച് ചെയ്തിരുന്നു. കെയർഫുള്ളായിട്ട് ഊരിയെടുക്കുന്നു. ഇതെടുത്ത് മാറ്റി വെക്കുന്നു. അടുത്തത് ഫിറ്റ് ചെയ്യുന്നു. വെച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നു. കറക്റ്റ് കണക്റ്റ് ആയെന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഓരോന്നിനും സ്ക്രൂ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സുവർണ അവസരങ്ങളാണ്. കറക്റ്റ് മുതലാക്കി നമ്മൾ പഠിക്കുക. ടീകോം ബോർഡിൽ വരുന്ന ഫാൾട്ടുകൾ, ടീകോം ബോർഡിലെ ഫാൾട്ടുകളൊന്നും എല്ലാവർക്കും എളുപ്പം മനസ്സിലാവാറില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഇത് ഓണാക്കാൻ പോകുന്നു. ഓണാക്കി. ഇവിടെ പവർ അമർത്തിയാൽ മാത്രമേ ഓൺ ആവത്തുള്ളൂ.
ഉണ്ടോ, ഡയറക്റ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യത്തേ ഉള്ളൂ. ടീകോം മാറിയപ്പോഴത്തേന് ഉണ്ടോ, ഒരു ഫങ്ഷനും കിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ, ഓഫ് ചെയ്ത് നോക്കട്ടെ. ഓൺ ചെയ്യുന്നു, പവർ ഓൺ ചെയ്യുന്നു. കണ്ടോ, ഇത് കണ്ടോ, ഇത് ടീകോം ബോർഡിൽ വരുന്ന ഫാൾട്ടാണ്. ടീകോം ബോർഡിൽ വരുന്ന ഫാൾട്ടാണ് ഈ സെയിം സിംറ്റം. അപ്പം ഇനി എൻ്റെ അടുത്തൊരു നല്ല ടീകോം ഉണ്ട്, അത് ഞാൻ ഇട്ട് കാണിക്കാം. ഈ ടീകോമിൽ സോണിന്ന് എഴുതി വരും ഡെഡ്, പിന്നെ റെഡ് ലൈറ്റ് 6 ടൈം. ഓണാക്കുന്നു. കണ്ടോ, ആ സെയിം ഫാൾട്ട് തന്നെ. എന്താ സംഭവിച്ചതെന്നറിയാം? കണ്ടോ, ഈ ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി കത്തുന്നു. ഇത് ടീകോം ഡാമേജ് ആയാലും ഈ ഫോൾട്ടുകൾ ഇങ്ങനെ വരും. ടീകോം ഡാമേജ് ആയ ഈ ഇങ്ങനെ ഓറഞ്ച്, വാം വൈറ്റ്, വാം ഗ്രീനായിട്ട് കത്തും ടീകോം ബോർഡ്. ഓക്കെ, പവർ ഓഫ് ചെയ്യുന്നു, നല്ല ടീകോം ഇടുന്നു. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇത്രയും ചെയ്തത്. അയ്യോ, അതിനകത്ത് ഒരെണ്ണം വീണു. 2 സ്ക്രൂ എൻ്റെ ഉള്ളിൽ പോയായിരുന്നു, അതിന് കിട്ടി. ഏതായാലും ഭാഗ്യം. ഇത് എന്ത് പറ്റി? ഇതും വർക്കായില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, നോക്കാം. ഓക്കെ, ടി വി ഓൺ ആക്കിയിട്ടുണ്ട്. സോണി വന്നു. ആൻഡ്രോയിഡ്
ഓക്കെ, ടി വി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പിക്ചറൂടെ ഓടിച്ച് കാണിക്കാം. ഈ ടി വിക്ക് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്ക്. ഭയങ്കര ഓപ്ഷൻസ്. കേബിൾ, HDMI 1, സ്ക്രീൻ മിററിംഗ് കേബിൾ, ഓക്കെ, HDMI 3, गूगल प्ले, नहीं म्हणते प्ले मूवी 1, ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഭയങ്കര ക്ലാരിറ്റി ഉള്ള ടി വിയാണ്. പിക്ചർ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. അതിലത്തെ ക്ലാരിറ്റിയാണ്. ആട്ടോ സെർച്ച് ഇടുന്നു. ആട്ടോ ട്യൂൺ, ആട്ടോ ട്യൂൺ ഇട്ടു. ഇന്ന് കേബിൾ എത്ര ക്ലാരിറ്റി ഇല്ല എങ്കിലും നമുക്ക് മൊത്തം ചാനൽ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലെല്ലാം റെഡി ആയിട്ടുണ്ട്. ടി വി നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ക്ലാരിറ്റി ഉള്ള ടി വിയാണ്. പിക്ചർ ക്വാളിറ്റി. ഇത് 3D ടി വിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള 3D ടി വി. ഓക്കെ, നമ്മൾ എന്തെല്ലാം 4 ടി കോംബോർഡ് ഇട്ട് നോക്കി. ടി കോംബോർഡിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിക്ചർ ക്ലാരിറ്റിയിൽ നമ്പർ 1 ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് പിക്ചർ. ഓക്കെ, ഇത്രയും ടി കോംബോർഡ് ഞാൻ ഇതിനകത്ത് മാറ്റിയിട്ടതാണ്. ഇതിനകത്ത് കിടക്കുന്ന ഒന്ന്, ഇതിനകത്ത് കിടക്കുന്ന ഒന്ന്, ഇത്രയും ടി കോംബോർഡ് ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ മാറ്റിയിട്ട് ഇത് മെമ്മറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് എല്ലാം ചെയ്ത് നോക്കി. പക്ഷേ ഓരോ ടി കോമ്പിലും വ്യത്യസ്ത ഫാൾട്ട്. അവസാനം വന്ന ടി കോംബോർഡ് നല്ല ബോർഡായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. മെസ്സേജ് കമൻറ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ചെയ്യുക. ഞാൻ അനേക സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദിയുണ്ട്. നമസ്കാരം.